ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 3 18ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങൾ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കൊളോസ്റ്റൽ ടൈറ്റന്റെ ആവിയിൽപ്പെട്ട് വെന്തുരുകി കിടക്കുന്ന ആർമിനെയാണ്. ഇതിങ്ങനെ അവസാനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ നിന്നെ വിശ്വസിക്കുവല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ആർമിൻ, നീ എന്താ തിരിഞ്ഞോടായിരുന്നത് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുവാണ് ഇറിൻ. പെട്ടെന്നാണ് ബീസ്റ്റ് ടൈറ്റനുമായി സാധനങ്ങളെല്ലാം ക്യാരി ചെയ്യുന്ന ആ ടൈറ്റൻ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് അടുത്തോട്ട് വന്ന ബെർഡോൾഡിനെ കൊന്നുകളയോന്ന് പറഞ്ഞ് എറിൻ ആ ടൈറ്റനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴാണ് എറിൻ ആ കാര്യം കാണുന്നത്. ആ ടൈറ്റന്റെ മുകളിലിരിക്കുന്ന ആളുടെ മുഖത്ത് ടൈറ്റൻ ആയതുപോലെയുള്ള അടയാളങ്ങളുണ്ട്. സോ അവനായിരിക്കും ബീസ്റ്റ് ടൈറ്റൻ എന്ന് എറിന് മനസ്സിലാകുന്നു. നീയാണല്ലേ എറിൻ യേഗർ, പക്ഷേ നിനക്ക് നിന്റെ അച്ഛന്റെ ചായയൊന്നുമില്ലല്ലോ എന്ന് അയാൾ അവനോട് പറയുന്നു. ഇത് കേട്ട് എറിൻ ഒന്നും മനസ്സിലാകുന്നില്ല. എന്നെ വിശ്വസിക്കുക എറിൻ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. നമ്മൾ രണ്ടുപേരും ആ മനുഷ്യന്റെ ഇരകളാണ്. നിന്നെയും അയാൾ ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു. ഇത് കേട്ട് എറിൻ ഒന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്നാണ് മതിലിന് മുകളിൽ ലീവായി നിൽക്കുന്നത് അവൻ കാണുന്നത്. ഡാമിറ്റ്, ഇവൻ എങ്ങനെ ഇവിടെ എത്തി? ഇത്രയും നേരം ഇവൻ എന്നെ ഫോളോ ചെയ്യുമായിരുന്നോ? സമ്മതിച്ചു ലീവായി, പരിക്കുകൾ കാരണം നമുക്കിനി ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഐ ആം സോറി ബെർഡോൾഡ്, നിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഹേ എറിൻ, നിന്നെ രക്ഷിക്കാൻ ഒരു ദിവസം തീർച്ചയായും ഞാൻ വരും എന്ന് പറഞ്ഞ് മതിലിനകത്തോട്ട് അയാൾ പോകുന്നു. പെട്ടെന്നാണ് ക്യാപ്റ്റൻ ലീവായി അങ്ങോട്ട് വരുന്നത്. എന്റെ ഗ്യാസ് തീർന്നു, നിന്റെ ഗ്യാസും ബ്ലേഡുകളും താ, എനിക്ക് അവന്റെ പുറകെ പോയേ പറ്റൂ എന്ന് ലീവായി പറയുന്നത് കേട്ട് എറിൻ അവന്റെ ഗ്യാസ് എടുത്തു കൊടുക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്നാണ് ശരീരം മൊത്തം കത്തിയെരിഞ്ഞ ആർമിൻ പെട്ടെന്ന് ശ്വാസം എടുക്കുന്നത് അവൻ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് കൈകാലുകൾ വെട്ടിയ നിലയിൽ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന റെയ്നറിനെയാണ്. റെയ്നർ, ഇത് നിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നതാ. നിന്റെ കൈയും കാലും വെട്ടുന്നതിന് മുൻപ് നീ ഇതെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്താ ഇത്? ആത്മഹത്യ ചെയ്യാനുള്ള ഗുളികയാണോ അതോ ഒരു ബോംബോ? ക്രിസ്റ്റയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഏമിർ തന്നൊരു ലെറ്ററാണത്. ക്രിസ്റ്റയ്ക്ക് അത് കൊടുക്കണം. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇപ്പോ എനിക്ക് നിന്നോടൊരു ലോഡ് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ നിന്റെ ചുണ്ടുകൾ നിന്റെ ടൈറ്റനെ പോലെ ഉറച്ചിരിക്കുകയാണല്ലേ. ഞങ്ങൾക്ക് അറിയേണ്ടതെല്ലാം നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ല. താങ്ക് യു റെയ്നർ, ഇനിയും ലേറ്റ് ആക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹാൻജി അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഹേയ് ആൻജി, വേണ്ട, അവന്റെ പവർ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കും. സോ കമാൻഡർ പറഞ്ഞതനുസരിച്ച് ലീവയുടെ കയ്യിലുള്ള ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും ടൈറ്റൻ ആക്കാൻ സാധിക്കും. അങ്ങനെ കൊളോസ്റ്റലിന്റെയോ ആർമറിന്റെയോ ബീസ്റ്റ് ടൈറ്റന്റെയോ ശക്തി മോഷ്ടിക്കാൻ സാധിക്കും. ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് നോർമൽ ടൈറ്റനായി മാറിക്കഴിഞ്ഞാൽ എറിനെ പോലെയുള്ള ശക്തിയുള്ള ടൈറ്റൻ ആകാൻ സാധിക്കുന്ന മനുഷ്യരെ അവർ വിഴുങ്ങണം. എന്നാൽ മാത്രമേ ആ ടൈറ്റന്റെ പവേഴ്സും തിരിച്ച് മനുഷ്യനാകാനും അവരെ കൊണ്ട് സാധിക്കൂ. അതിലൂടെ ടൈറ്റൻസിന്റെ രഹസ്യം കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല, മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. പക്ഷെ ഒരേ ഒരു ഇഞ്ചക്ഷൻ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ക്യാപ്റ്റൻ ലീവയുമാണ്. അതിനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ല. ലീവയും മറ്റുള്ളവരും ഓക്കെയാണോന്ന് പോലും നമ്മൾക്കറിയില്ല. അവിടെ ചെന്നത് പരിശോധിക്കാനുള്ള സമയവും ഇപ്പോ നമുക്കില്ല. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇവരുടെ ശക്തി. തല വെട്ടിക്കളഞ്ഞാലും ഇവർ ഇല്ലാതാകുമോ എന്നതിൽ യാതൊരു ഉറപ്പുമില്ല എന്ന് ഹാൻജി അവനോട് പറയുന്നു. ഇത് നിങ്ങളെ പോലെ അല്ലല്ലോ ഹാൻജി. അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ടൈറ്റൻസിനെ തോൽപ്പിക്കാൻ സാധിക്കുക? ശത്രുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇനി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് ജിൻ അവരോട് പറയുന്നു. ഇത് കേട്ട് ഹാൻജി എന്തോ ആലോചിക്കുന്നു. മിക്കാസ, നീ അവരുടെ അടുത്തോട്ട് പോയി നിന്റെ ഗ്യാസ് റീഫിൽ ചെയ്ത് ലീവയുടെ കയ്യിൽ നിന്നും ആ ഇഞ്ചക്ഷൻ മേടിച്ചോണ്ടുവാ. എന്തെങ്കിലും കാരണവശാൽ അതിന് സാധിച്ചില്ലെങ്കിൽ ഒരു ഫയർ സിഗ്നൽ തന്നാ മതി. അപ്പോ തന്നെ ഞാൻ റെയ്നറിനെ ഇല്ലാതാക്കിയിരിക്കും. ഇത് കേട്ട് മിക്കാസ് അവിടെ നിന്നും പോകുന്നു. താങ്ക് യു ഹാൻജി. ഹേയ്, ഈ തീരുമാനം എന്റേതാണ്, നീ അതിനൊരു നിമിത്തമായെന്ന് മാത്രം എന്ന് ഹാൻജി അവനോട് പറയുന്നു. സോ ആർമിന്റെയും എറിന്റെയും അടുത്തെത്തിയ മിക്കാസ് കാണുന്നത് കത്തിക്കരിഞ്ഞ ആർമിന്റെ ശരീരമാണ്. എന്നാൽ ആർമിൻ ശ്വാസം എടുക്കുന്നത് കണ്ട് ആർമിൻ മരിച്ചിട്ടില്ലെന്ന് വിളിച്ചു പറയുവാണ് എറിൻ. അത് ആർമിനാണെന്ന് മിക്കാസയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല.
ഹേയ് ക്യാപ്റ്റൻ, ഇഞ്ചക്ഷൻ താ. ആർമിനെ ടൈറ്റനാക്കി മാറ്റി ബെർഡോൾഡിനെ അവനെ കഴിക്കാൻ കൊടുക്കണം എന്ന് എറിൻ പറയുന്നു. ഇത് കേട്ട് ക്യാപ്റ്റൻ ലീവായി ഒന്ന് ആലോചിച്ച് ഇഞ്ചക്ഷൻ അവന് നേരെ നീട്ടുന്നു. ഇത് കണ്ട് മിക്കാസ ഇഞ്ചക്ഷൻ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള സിഗ്നൽ ഹാൻജിക്ക് കൊടുക്കുന്നു. പെട്ടെന്നാണ് അവരുടെ അടുത്തോട്ട് സാധനങ്ങളെല്ലാം ക്യാരി ചെയ്യുന്ന ആ ടൈറ്റൻ വരുന്നത്. ഹാൻജി അത് അറ്റാക്ക് ചെയ്യൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ജിൻ അവളെ രക്ഷിക്കുന്നു. അവർ പിടിച്ചു വെച്ച റെയ്നറുമായി ആ ടൈറ്റൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അതിന്റെ പുറകെ പോകാൻ മാത്രമുള്ള ഗ്യാസ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഓ ഡാം ഇറ്റ്, ഇതെല്ലാം എന്റെ തെറ്റാ, ഞാൻ കാരണമാ. ഞാൻ വായടച്ച് മിണ്ടാണ്ടിരുന്നിരുന്നെങ്കിൽ ഇപ്പോ റെയ്നർ രക്ഷപ്പെടില്ലായിരുന്നു. തീരുമാനം എന്റെ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഹാൻജിയും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഇഞ്ചക്ഷൻ എറിഞ്ഞു നേരെ നീട്ടുന്ന ക്യാപ്റ്റൻ ലീവായിയാണ്. അപ്പോഴാണ് കമാൻഡർ എർവിന്റെ ബോഡിയുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട സോൾജർ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റൻ ലീവായി, കമാൻഡർ എർവിന് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ സഹായിക്കാനായേക്കും. സോ കമാൻഡർ എർവിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അവൻ ഇപ്പോഴും ജീവനുണ്ട്. ഇത് മനസ്സിലാക്കിയ ലീവായി എറിന് നേരെ നീട്ടിയ ആ ഇഞ്ചക്ഷൻ തിരിച്ചു വലിക്കുന്നു. അത് കണ്ട് എറിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ ഇഞ്ചക്ഷൻ ഞാൻ എറിവിന് കൊടുക്കുവാണ് എന്ന് ലീവായി പറയുന്നു. ഇത് കേട്ട് എറിന് ദേഷ്യം വരുന്നു. അത് ആർമിന് കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്? മനുഷ്യരാശിയെ രക്ഷിക്കാൻ സാധിക്കുന്ന ആൾക്കാണ് ഞാൻ ഇത് കൊടുക്കേണ്ടത്. ഇത് കേട്ട് മിക്കാസയ്ക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. റെയ്നർ, നീ ശരിക്കും ഇന്ന് വളരെ ഭാഗ്യശാലിയാണ് എന്ന് മതിലിന് മുകളിലിരുന്ന് ബീസ്റ്റ് ടൈറ്റൻ പറയുന്നു. അപ്പോഴാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഈ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് ടൈറ്റനുകളുടെ ശക്തി മോഷ്ടിക്കാമെന്നത് മാത്രമല്ല, മരണത്തിന് വക്കിൽ നിൽക്കുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കാനും സാധിക്കും. സോ ടൈറ്റനാകാൻ സാധിക്കുന്ന ഒരാളുടെ കൈകാലുകൾ മുറിച്ചു കളഞ്ഞ് അതിന്റെ അടുത്ത് ആർക്കെങ്കിലും ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? എർവിൻ, സർവേ കോപ്സിന്റെ കമാൻഡറിനെ രക്ഷിക്കാൻ ശ്രമിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? വെറുതെ സമയം കളയരുത്, എന്റെ വഴിയിൽ നിന്നും മാറി നിൽക്ക എന്ന് ക്യാപ്റ്റൻ ലീവായി അവരോട് പറയുന്നു. ഇത് കേട്ട് എറിൻ ആ ഇഞ്ചക്ഷൻ മിറുക്കെ പിടിക്കുന്നു. എറിൻ, നിന്റെ ഇമോഷൻസ് മാറ്റി ചിന്തിക്ക്. സോറി ക്യാപ്റ്റൻ, അത് നടക്കില്ല. നേരത്തെ ചോദിച്ചപ്പോ ഇഞ്ചക്ഷൻ തരാൻ എന്തിനാ മടിച്ചത്? എർവിൻ ജീവനോടെ ഉണ്ടാകാനുള്ള ചാൻസിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ഫ്ലഗ് കമാൻഡറിനെയും ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ശരിയാണ്, പക്ഷേ എർവിൻ ഇപ്പോ ഇവിടെയുണ്ട്. ഇഞ്ചക്ഷൻ അവന് കൊടുക്കുവാണ് എന്ന് ലീവായി പറയുന്നു. ഇത് കേട്ട് എറിൻ അതിന് സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ലീവായി അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് മിക്കാസ അവളുടെ വെപ്പൺ ഉപയോഗിച്ച് ലീവായി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ക്ഷീണിച്ചു പോയ ക്യാപ്റ്റൻ ലീവായിക്ക് അവളെ തടയാൻ സാധിക്കുന്നില്ല. ഹേയ്, എർവിന്റെ കഴിവുകളില്ലെങ്കിൽ മനുഷ്യരാശിക്ക് ടൈറ്റനുകളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഇല്ല, ആർമിനില്ലെങ്കിലും നമ്മൾ തോൽക്കും. ട്രസ്റ്റിലെ ആ ദ്വാരം ഒരു പാറ കൊണ്ടടച്ചത് അവൻ കാരണമല്ലേ? ആനി ആരാണെന്ന് കണ്ടുപിടിച്ചതും രാത്രി സഞ്ചരിക്കാനുള്ള ഐഡിയ പറഞ്ഞു തന്നതും ആർമിനാണ്. ട്രെയിനർ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചതും ബെർഡോൾഡിനെ തോൽപ്പിക്കാൻ സാധിച്ചതുമെല്ലാം ആർമിൻ കാരണമായിരുന്നു. മനുഷ്യരാശിയെ രക്ഷിക്കാൻ പോകുന്നത് ഞാനോ കമാൻഡറോ അല്ല, അത് ആർമിനാണ്. ശരിയല്ലേ മിക്കാസ എന്ന് വിളിച്ച് ചോദിക്കുവാണ് എറിൻ. ഇത് കേട്ട് വീണ്ടും ആ ഇഞ്ചക്ഷൻ ലീവായുടെ കയ്യിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുവാണ് മിക്കാസ. മനുഷ്യരാശിയെ രക്ഷിക്കാൻ പോകുന്നത് കമാൻഡർ എർവിനാണ്. ഇവിടെ നഷ്ടങ്ങൾ ഉണ്ടായത് നിങ്ങൾക്ക് മാത്രമാണെന്ന് കരുതരുത്. നിങ്ങൾക്കിത് അറിയായിരിക്കും, പക്ഷെ ഈ മതിലിനപ്പുറത്ത് ഒരാൾ പോലും ജീവനോടെയില്ല. എല്ലാവരും മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ കമാൻഡർ എർവിൻ അങ്ങനെ ആയിരുന്നില്ല ചിന്തിച്ചത്. ആ ഒരു അവസ്ഥയിൽ പോലും ബീസ്റ്റ് ടൈറ്റനെ തോൽപ്പിക്കാനുള്ള പ്ലാൻ അദ്ദേഹം ഉണ്ടാക്കി. ഞങ്ങൾ അതനുസരിച്ചു. അദ്ദേഹത്തിന്റെ പ്ലാൻ പോലെ അതിൽപ്പെട്ട് എല്ലാവരും ചിന്നിച്ചിതറി. അവസാനമായി അവർ ഫീൽ ചെയ്തത് ഭയം മാത്രമായിരുന്നു. കമാൻഡറിനെ ജീവനോടെ കണ്ടപ്പോ അദ്ദേഹത്തെ കൊല്ലാനാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ മരണം അദ്ദേഹത്തിനുള്ള ഒരു എളുപ്പ വഴിയാകും. ഈ നരകത്തിൽ നിന്നും അദ്ദേഹം അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. പെട്ടെന്നാണ് എനിക്കത് മനസ്സിലായത്. ടൈറ്റനുകളെ മുഴുവനായും ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതൊരു ചെകുത്താനായിരിക്കും. ആ ചെകുത്താനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ അതായിരിക്കും എന്റെ കടമ. കൂടെയുള്ളവർ മരിച്ചു വീണിട്ടും ഞാൻ മാത്രം ബാക്കിയായത് അതിനുവേണ്ടി മാത്രമായിരിക്കും. അതുകൊണ്ട് ഇതിലിടപെടരുത് എന്ന് പറഞ്ഞ സോൾജർ മിക്കാസയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് കണ്ട് മിക്കാസ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഹാൻജി അങ്ങോട്ട് വരുന്നു. ജീവന് വേണ്ടി യാചിക്കുന്ന ആർമിനെയും ഇർവിനെയും കണ്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ
ആ ഇഞ്ചക്ഷൻ ലീവായി പുറത്തെടുക്കുന്നു. എർവിനാണ് അത് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മിക്കാസയ്ക്ക് അത് സഹിക്കാൻ സാധിക്കുന്നില്ല. മിക്കാസ, നിന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാകും. മതിലുകൾക്കുള്ളിലെ എല്ലാവരുടെയും പ്രതീക്ഷ കമാൻഡർ എർവിനാണ്. ആ പ്രതീക്ഷ ഇല്ലാതാകാൻ നമ്മൾ സമ്മതിക്കരുത്. പക്ഷെ ആർമിനും അത് പറ്റും. ശരിയാണ്, അവന് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ എർവിൻ ഒരു ലീഡറാണ്. അവന് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക് മിക്കാസ, എനിക്കും ഒരുപാട് പേരെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്. 100 കണക്കിന്. സർവേ കോപ്സിൽ ചേർന്നത് മുതൽ എനിക്കറിയാവുന്നവർ, സ്വന്തം ജീവൻ കളഞ്ഞ് എന്റെ ജീവൻ രക്ഷിച്ചവരെ. പക്ഷെ നിനക്കറിയാവുന്നതല്ലേ, ആരൊക്കെ കൂടെയുണ്ടെങ്കിലും ഒരു ദിവസം വിട പറഞ്ഞേ പറ്റൂ. ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും. ഒരുപാട് ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. പക്ഷെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് ഹാൻജി അവളോട് പറയുന്നു. ഹാൻജി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ അപ്പോഴും എറിൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ക്യാപ്റ്റൻ, സമുദ്രം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഭൂമിയുടെ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ കായലാണത്. ഈ മതിലുകൾക്കപ്പുറത്ത് ഒരു സമുദ്രമുണ്ട്. അത് കാണാൻ ഞങ്ങൾ ഒരുമിച്ച് പോകും എന്നാ ആർമിൻ പറഞ്ഞത്. കുട്ടികളായിരുന്നപ്പോ മുതലുള്ള ഞങ്ങളുടെ സ്വപ്നമായിരുന്നു അത്. അത് ഞാൻ മറന്നു. അമ്മയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യുക, ടൈറ്റനുകളെ ഇല്ലാതാക്കുക. എന്റെ ലക്ഷ്യം മുഴുവൻ വെറുപ്പ് നിറഞ്ഞതായിരുന്നു. പക്ഷെ അവൻ അങ്ങനെയല്ല. പോരാട്ടം മാത്രമല്ല അവന്റെ മനസ്സിൽ, അവന് സ്വപ്നങ്ങളുണ്ട് എന്ന് കരഞ്ഞു പറയുവാണ് എറിൻ. ഹേയ്, എല്ലാവരും ഇവിടെ നിന്ന് മാറി നിൽക്ക. ഞാൻ എർവിനെ കൊണ്ട് ബെർഡോൾഡിനെ തീറ്റിക്കാൻ പോവാണ് എന്ന് ലീവായി അവരോട് പറയുന്നു. ആർമിൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നുള്ള സങ്കടം അവരുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ അവർക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എറിനെയും കൊണ്ട് ഫ്ലഗ് അവിടെ നിന്നും പോകുന്നു. ശരി, നമുക്കാദ്യം സമുദ്രത്തിൽ നിന്നും തുടങ്ങാം. നീ കണ്ടോ, ശരിക്കും അത് ഉണ്ട് എന്ന് ആർമിൻ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. നിന്റെ ഈ സ്വപ്നം സത്യമായാൽ പിന്നെ നീ എന്ത് ചെയ്യും? അറിയില്ല, അത് അപ്പോഴത്തെ കാര്യമല്ലേ. എനിക്കിപ്പോഴും ആ ബേസ്മെന്റിൽ പോകണമെന്നുണ്ട്. എല്ലാവരും ഒരുപോലെ തന്നെ വെറുതെ പിള്ളേരെ പോലെ ഇരുന്ന് സംസാരിക്കും. ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും എന്തൊക്കെയോ കാരണങ്ങളുണ്ടായിരുന്നു. എല്ലാവരും എന്തിനെങ്കിലും അഡിക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ലീവായി ആർമിനെയും കുറിച്ച് ചിന്തിക്കുന്നു. സമുദ്രത്തെക്കുറിച്ച് ആകാംക്ഷയോടെ ആർമിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലീവായും അവിടെ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ ഇഞ്ചക്ഷൻ എർവിൻ തട്ടി മാറ്റുന്നത്. എർവിൻ, ഈ മതിലുകൾക്കപ്പുറത്ത് ആരും ജീവനോടെ ഇല്ലെന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് എർവിൻ ചോദിക്കുന്നു. അപ്പോഴാണ് ലീവായി അവനോട് പറഞ്ഞ കാര്യം ലീവായി ആലോചിക്കുന്നത്. നിന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് നീ മരിക്ക. ഈ റിക്രൂട്ടുകളെ നരകത്തിലോട്ട് മയക്ക. ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും എന്തോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ബീസ്റ്റ് ടൈറ്റനെ ഞാൻ കൊന്നിരിക്കും എന്ന് എർവിന് വാക്ക് കൊടുത്തതും അവൻ ആലോചിക്കുന്നു. താങ്ക് യു ലീവായി. പിന്നീട് നമ്മൾ കാണുന്നത് കണ്ണു തുറക്കുന്ന ബെർഡോൾഡിനെയാണ്. പെട്ടെന്നാണ് ഒരു ടൈറ്റൻ അവനെ വിഴുങ്ങുന്നത്. പേടിച്ചു പോയ ബെർഡോൾഡ് രക്ഷിക്കാൻ അവരോട് യാചിക്കുന്നുണ്ടെങ്കിലും ആ ടൈറ്റൻ അവനെ വിഴുങ്ങുന്നു. ക്യാപ്റ്റൻ, എന്തിനാ ഇങ്ങനെ ചെയ്ത്? നിനക്ക് ഇവനോട് ക്ഷമിക്കാൻ സാധിക്കുമോ? ഇവനൊരു ഡബിളായി മാറാതെ വേറെ വഴിയില്ലായിരുന്നു. ഇവനെ ഇങ്ങനെ ആക്കിയതും നമ്മളാണ്. അവസാനം ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇവനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ അവന് റെസ്റ്റ് എടുക്കാൻ സമയം. എർവിൻ, ബീസ്റ്റ് ടൈറ്റനെ കൊല്ലുമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിരുന്നു. പക്ഷെ അതിന് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. അവൻ മരിച്ചു എന്ന് ഹാൻജി അവനോട് പറയുന്നു. സോ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് ടൈറ്റനാക്കി മാറ്റിയ ആർമിൻ ഇപ്പോ അതിൽ നിന്നും പുറത്തു വരുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതിരിക്കും. ബൈ.